ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ നമുക്കൊരു ഒത്തൻറ്റിക് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 12 ഉണക്കമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെക്കുക. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 മീഡിയം സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീഫിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മൂടി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ, മറന്നു പോയതാണ്. ഇനി ഈ പാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ മസാലയൊക്കെ പിടിക്കാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇനി അത് വേറെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ മൂപ്പിച്ച് അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വഴറ്റിയിട്ട്. ഇതപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുമുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒതൻറ്റിക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, ബായ്.